അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ ദായറയെക്കുറിച്ചാണ്. ഒന്നാമത്തെ ദായറയുടെ പേര് മുഅദ്ദിലുൻ നഹാർ എന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഏകദേശം ഒരു ചിത്രം ഞാൻ കാണിച്ചു തരികയും ചെയ്തു. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു അരപ്പട്ട പോലെയാണ്. അതാണ് മിന്തക്കത്ത് എന്ന് പറയുന്നത്. മിന്തക്കത്ത് ഇതിപ്പോൾ മൊത്തത്തിലുള്ള ഒരു ഗോളമാണ്. ഇതിൻ്റെ ഒരു അരപ്പട്ട പോലെയാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിന് മുഅദ്ദിലുൻ നഹാർ എന്ന് പറയാനുള്ള കാരണം എന്താണ്, അത് പരീക്ഷയ്ക്കും വരാവുന്ന ചോദ്യമാണ്. ചോദ്യമായി തന്നെ മനസ്സിലാക്കുക. ലിമ സുമ്മിയത്ത് മുഅദ്ദലുൻ നഹാരി ബിഹ, എന്തുകൊണ്ടാണ് മുഅദ്ദുൽ നഹാർ എന്ന് പേര് വെക്കാൻ കാരണം? അതിനെന്താ ഉത്തരം എന്ന് ചോദിച്ചാൽ, ലി തആദുലിൽ മലവൈനി ഐ അല്ലൈലി വൻ നഹാരി ഇൻദ മൻ തഹ്തഹാ തഹഖീഖൻ ഔ മുത്ലഖൻ. അങ്ങനെ പറഞ്ഞാൽ ഇതിലൊരു വിശദീകരണമുണ്ട്. ഒന്നുകിൽ തഹഖീഖായിട്ടോ അല്ലെങ്കിൽ മുത്ലഖായിട്ടോ അതിൻ്റെ നേരെ ചുവട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ഒപ്പമായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് നിലക്കുണ്ട്. അതായത് തഹഖീഖായിട്ടും മുത്ലഖായിട്ടും ഈ രേഖയുടെ കൃത്യം ചുവട്ടിൽ താമസിക്കുന്നവർക്ക് രാവും പകലും സമമായിരിക്കും. അതാണ് അതിന് കാരണം. അതെപ്പോഴാണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ അതിൻ്റെ ഔജിലേക്കോ അല്ലെങ്കിൽ ഹലീലിലേക്കോ ഉള്ള ചായ്വോടുകൂടെ രണ്ടിൽ ഒരു എഴുത്തിദാലിലേക്കോ ഇൻകിലാബിലേക്കോ തെറ്റുമ്പോഴാണ് ഉണ്ടാവുക. അത് ഉദയ അസ്തമയ സമയമാണെങ്കിൽ തഹ്ഖീഖായിട്ടും രാവും പകലും സമമായിരിക്കും. ഉദയ അസ്തമയ സമയമല്ലാത്ത സമയത്ത് മുത്തലക്കം നിലക്കും സമയമായിരിക്കും. ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് 4 കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇനിയുള്ള പാഠങ്ങളിലും അനിവാര്യമായ കാര്യമാണ്. ഹലീൽ, ഔജ്, എഴുത്തിദാൽ, ഇൻകിലാബ് തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ ദായറ വരുമ്പോഴാണ് കൃത്യമായി മനസ്സിലാവുക. എന്നായിരുന്നാലും ഞാനത് ഇപ്പോൾ പറയാം. പക്ഷേ അത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. മൽ എഴുത്തിദാലു, ചോദ്യം മൽ എഴുത്തിദാലു. ഇതൊക്കെ രണ്ടാമത്തെ ദായറ വരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. പക്ഷേ എങ്കിലും ആ ചോദ്യം ഓർത്ത് വെക്കുക. നുഖ്തത്തു തഖാത്തുഇ ദായിറത്തി നുഖ്തത്തുൻ തഖ്തഉ അദ്ദായിറത്തുൽ ഊല വസ്സാനിയ. അതിനാണ് എന്ത് പറയാം? നുഖ്തത്തുൻ തഖ്തഉ അദ്ദായിറത്തുൽ ഊല വസ്സാനിയ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ദായിറകളെ മുറിച്ച് കടക്കുന്ന ബിന്ദുവിനാണ് എഴുത്തിദാൽ എന്ന് പറയുക. അത് ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൽ ഇൻഖിലാബു, രണ്ടാമത്തെ ചോദ്യം, അത് അബ്അദു അജ്സാഇ സാനിയത്തി മിനൽ ഊല. രണ്ടാമത്തെ വൃത്തം ഒന്നാമത്തെ വൃത്തത്തിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന, പരമാവധി അകലം പാലിക്കുന്ന സ്ഥലത്തെയാണ്, നുഖ്തയെയാണ് ഇൻഖിലാബ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് രണ്ടാമത്തെ വൃത്തം വരുമ്പോൾ മാത്രമാണ് മനസ്സിലാവുക. എങ്കിലും ആ ചോദ്യവും ഉത്തരവും മനസ്സിലാക്കി വെക്കുക. പിന്നെ ഔജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അബ്അദു, അതൊരു ചോദ്യമാണ്. മൽ ഔജു അബ്അദു നുഖ്തത്തിൻ അലൽ മുദീർ മിൻ മർക്കസുൽ ആലമിൽ നിന്ന് നക്ഷത്രത്തിലേക്കുള്ള ഏറ്റവും വിദൂരത്തുള്ള നുഖ്തയാണ് ഔജ് എന്ന് പറയുന്നത്. അഖ്റബ് നുഖ്തത്തുൻ അലൽ മുദീർ മിൻ മർക്കസുൽ ആലമിൽ നിന്ന് നക്ഷത്രത്തിലേക്കുള്ള ഏറ്റവും അടുത്ത നുഖ്ത ഏതാണോ അതിനാണ് ഹലീൽ എന്ന് പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ കുത്തുബുകളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ കുത്തുബുകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, മുഅദ്ദിലുൻ നഹാറിൻ്റെ കുത്തുബുകൾ ഏതാണ്? അതൊരു ചോദ്യമാണ്. ചോദ്യമായിട്ട് മനസ്സിലാക്കുക. മാഹിയ കുത്തുബ മുഅദ്ദിലുൻ നഹാർ. അതിൻ്റെ ഉത്തരം കുത്തുബ മുഅദ്ദിലുൻ നഹാരി കുത്തുബ അൽ ആലം. അത് ലോകത്തിൻ്റെ കുത്തുബാണ്. കുത്തുബുകൾ തന്നെയാണ് മുഅദ്ദിലുൻ നഹാറിൻ്റെ കുത്തുബുകൾ. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, മാ ഹുവ ഖത്തുൽ ഇസ്തിവാ. ഇതിൽ നമ്മൾ പറഞ്ഞു ഖത്തുൽ ഇസ്തിവ എന്താണ് എന്നുള്ളത്. ഇതൊക്കെ ചോദ്യം വളരെ പ്രതീക്ഷിക്കപ്പെടുന്ന ചോദ്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഖത്തുൽ ഇസ്തിവാഇ അൽ ഫസ്ലുൽ മുഷ്തറഖു ബൈന മുഅദ്ദിലുൻ നഹാരി വ ഖുറത്തുൽ അർളിൻ്റെയും മുഅദ്ദിലുൻ നഹാർ എന്ന ഈ വൃത്തത്തിൻ്റെയും ഇടയിലുള്ള പൊതുവായ ഫസ്ൽ മുഷ്തറക്കിനാണ് എന്തെന്ന് പറയുന്നത്? ഖത്തുൽ ഇസ്തിവ എന്ന് പറയുന്നത്. അതായത് മുഅദ്ദിലുൻ നഹാറും ഖുറത്തുൽ അർളും കൃത്യം നേരെ തട്ടുന്ന സ്ഥലം. അതിന് മസ്ഖത്ത് ഹജർ എന്നാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. മുഅദ്ദിലിൻ്റെ അകത്തായിരിക്കും അത് സ്വാഭാവികമായിട്ടും. പിന്നെ മൂന്നാമത്തെ കാര്യം, മുഅദ്ദിലുൻ നഹാറിന് സമാന്തരമായി, മുഅദ്ദിലുൻ നഹാർ നമ്മൾ പറഞ്ഞ് ഇതിങ്ങനെ മുഅദ്ദിലുൻ നഹാർ ഇങ്ങനെ നമ്മൾ കണ്ടു. ഇതേപോലെ മേലക്കും താഴേക്കും
സമാനമായ വൃത്തങ്ങൾ ഉണ്ട്. അതാണ് മുത്തവാസിയായ വൃത്തങ്ങൾ എന്ന് പറയുന്നത്. ആ വൃത്തങ്ങളെ മദാറാത്ത് യൗമിയ എന്ന് പറയുന്നു. മദാറാത്ത് യൗമിയ എന്ന് പറയുന്നു. അത് നമ്മൾ സ്വാഭാവികമായും രേഖാംശം, അക്ഷാംശം, അങ്ങനെ 2 തരം രേഖകളുണ്ടല്ലോ. ആ രേഖകൾ മനസ്സിലാകുമ്പോൾ ആയിരിക്കും നമുക്ക് ഈ മദാറാത്ത് യൗമിയയുടെ ഉപയോഗം എന്താണ് എന്നൊക്കെ മനസ്സിലാവുക. ഏതായിരുന്നാലും ഒന്നാമത്തെ ദായറയിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ ദായറയിലേക്ക് പ്രവേശിക്കാം. രണ്ടാമത്തെ ദായറയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ദായറ എന്ന് പറയുന്ന ആ ഭാഗം മുതൽ വായിച്ച് അർത്ഥം വെക്കുകയാണ്. ആദ്യം അർത്ഥം പറയുകയാണ്, പിന്നെ നമുക്കതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു ചെറിയ വിശദീകരണം നൽകാം. അസ്ഥാനിയത്തു രണ്ടാമത്തെ ദായറ ഇസ്മുഹ, അതിൻ്റെ പേര് മിന്തഖത്തുൽ ബുറൂജ്, മിന്തഖത്തുൽ ബുറൂജ് എന്നാണ്. ലി മുറൂരിഹ, എന്താണ് അതിന് മിന്തഖത്തുൽ ബുറൂജ് എന്ന് പറയാൻ കാരണം? ലി മുറൂരിഹ, അത് സഞ്ചരിക്കുന്നതിനാൽ, ബി ഔസാത്തിഹ, ബുറൂജിൻ്റെ വസത്തിലൂടെ, മധ്യഭാഗങ്ങളിലൂടെ. ഒ തുഖാത്തിഉ, അത് മുറിച്ചു കടക്കും. അസ്ഥാനിയത്തു, രണ്ടാമത്തേത് മുറിച്ചു കടക്കും. അൽ ഊല, ഒന്നാമത്തേതിനെ. അതായത് ഒന്നാമത്തേത് നമ്മൾ പഠിച്ച മുഅദ്ദിലുൻ നഹാറിനെ ഈ രണ്ടാമത് പറയുന്ന മിന്തഖത്തുൽ ബുറൂജ് മുറിച്ചു കടക്കും. അലാ നുഖ്തത്തൈ അൽ ഇഅ്തിദാലൈനി, ഇഅ്തിദാലിൻ്റെ 2 നുഖ്തയുടെ മേൽ. അതായത് മുറിച്ചു കടക്കുന്ന ആ ബിന്ദുവിനാണ് ഇഅ്തിദാൽ എന്ന് പറയുക. സ്വാഭാവികമായും ഈ 2 വൃത്തങ്ങൾ, ആ വൃത്തങ്ങൾ, ഒരു വൃത്തം മറ്റൊരു വൃത്തത്തെ മുറിച്ചു കടക്കുന്നുണ്ട്. ആ മുറിച്ചു കടക്കുമ്പോൾ 2 വൃത്തവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു നുക്ത, ഒരു പോയിൻ്റ് ഉണ്ടാവും. ആ പോയിൻ്റുകൾക്കാണ് ഇഅ്തിദാലുകൾ എന്ന് പറയുക. സുമിയത്താ ബിഹിമ, അവ രണ്ടിനെയും ഇഅ്തിദാൽ എന്ന് പേര് വെക്കപ്പെട്ടു. ലിഅന്ന ശംസ, സൂര്യൻ, ഇദാ വസലത്ത് ഇലൈഹിമ, അങ്ങോട്ട് എത്തിച്ചേർന്നാൽ, ഇഅ്തദലൽ ലൈലു വന്നഹാർ, രാവും പകലും. അതായത് സൂര്യൻ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഓരോ ദിവസവും എത്തിച്ചേരുന്നതല്ല പറയുന്നത്, മറിച്ച് സൂര്യൻ ഒരു വർഷം കൊണ്ടാണ് ഭൂമിയെ മൊത്തത്തിൽ ചുറ്റി തീരുന്നത്. അപ്പോൾ ആ ചുറ്റലിൽ, ഒരു വർഷം കൊണ്ടുള്ള ആ ചുറ്റലിൽ സൂര്യൻ്റെ പരിക്രമണം എന്നാണതിന് നമ്മുടെ മലയാള സാങ്കേതിക ഭാഷയിൽ പറയുക. ആ പരിക്രമണത്തിൽ ഈ പറഞ്ഞ ഇഅ്തിദാൽ എന്ന് പറഞ്ഞ 2 ബിന്ദുക്കളുടെ പരിസരത്ത് സൂര്യൻ എത്തുമ്പോൾ അവിടെ രാവും പകലും സമമായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഇഅ്തിദാൽ പറയാൻ കാരണം. അത് ഏതൊക്കെയാണ് ഇഅ്തിദാൽ? 2 അർ റബീഇ, ഒന്ന് റബീഇ, അതായത് വസന്തകാലത്തെ റബീഇ എന്ന് പറയാം. വഹിയ, റബീഇ എന്ന് പറഞ്ഞാൽ വഹിയ അല്ലതി ഇദാ ജാവസ ശംസു സാറത്ത് ഷമാലിയത്തൻ അൻ മുഅദ്ദിലുൻ നഹാർ, അതായത് ആ ബിന്ദുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, സൂര്യൻ അവിടെ നിന്ന് എത്തിക്കഴിയുകയും അവിടെ നിന്ന് അങ്ങോട്ട് കടക്കുകയും ചെയ്താൽ സൂര്യൻ പിന്നെ ഷമാലിയത്ത്, മേൽഭാഗത്ത്, അതായത് വടക്ക് ഭാഗത്ത് ഉള്ളതായി. അൻ മുഅദ്ദിലുൻ നഹാർ, മുഅദ്ദിലുൻ നഹാർ എന്ന ഒന്നാമത്തെ രേഖയെ തൊട്ട് ഷിമാലിലായി, അതായത് അതിൻ്റെ മേൽഭാഗത്തായി. സുമ്യ ബിഹിൽ ഹുസൂൽ റബീഇ, ഇതിന് റബീഇയായ ഇഅ്തിദാൽ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ എത്തുമ്പോഴാണ്, എന്ത വസൂലി അശംസി ഇലൈഹ, സൂര്യൻ അവിടെ എത്തുമ്പോഴാണ് വസന്തകാലം ഉണ്ടാകുന്നത്. ഫി മുഅളമിൽ മഅമൂറ, പ്രപഞ്ചത്തിൽ അധിക ഭാഗത്തും. വൽ ഖരീഫിയ്യി, അതേപോലെ തന്നെ രണ്ടാമത്തെ ഖരീഫിയ്യി, താഴെ ഭാഗത്തുള്ള. അല്ലത്തി, അതേതാണ്? ഇദാ ജാവസത്ത് ഹ, ആ പോയിൻറ്റിനെ അല്ലെങ്കിൽ ആ നുക്തത്തുൽ ഇഅ്തിദാൽ ഉണ്ടല്ലോ, ആ താഴെ ഭാഗത്തുള്ള നുക്തത്തുൽ ഇഅ്തിദാൽ, ആ ഇഅ്തിദാലിനെ വിട്ട് കടന്നാൽ സാർത്ത് ജനൂബിയത്തൻ അൻഹ, മുഅദ്ദിലുൻ നഹാറിൻ്റെ ജനൂബിയായിത്തീരും. സുമ്മിയ ബിഹിൽ ഹുസൂൽ ഖരീഫി, അതിന് അങ്ങനെ പേര് വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അത് ശരത് കാലം ഉണ്ടാകുന്നത് കൊണ്ടാണ്. ഖരീഫ് എന്നാൽ ശരത് കാലം. അതിൻ്റെ വസൂൽ ഷംസി ഫീഹി, സൂര്യൻ അവിടെ എത്തുമ്പോൾ. ഫി അക്തരിൽ മുസ്കൂൻ, താമസിക്കപ്പെടുന്ന അധിക സ്ഥലത്തും. വ അബ്അദു അജ്സാഇഹ, ആ ദായിറയുടെ, അതായത് നമ്മളിപ്പോൾ പറയുന്ന രണ്ടാമത്തെ ദായിറയായ മിന്തഖത്തുൽ ബുറൂജിൻ്റെ ഏറ്റവും അകന്നു നിൽക്കുന്ന ഭാഗം, അൻഹ ഐ അനിൽ ഊല, ഒന്നാമത്തേന് തൊട്ട്, അതായത് മുഅദ്ദിലുൻ നഹാറിനെ തൊട്ട്. മുഅദ്ദിലുൻ നഹാറിൽ നിന്ന് മിന്തഖത്തുൽ ബുറൂജ് ഏറ്റവും അധികം അകലം പ്രാപിക്കുന്ന സ്ഥലം, അവിടുത്തെ 2 ബിന്ദുക്കളെ നുഖ്തത അൽ ഇൻഖിലാബൈൻ എന്ന് പറയും.
സൈഫി വശതവി, അത് സൈഫിയാണ് ശതവിയുമാണ്. സൈഫി എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, ശതവി എന്നാൽ വർഷക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം, ശൈത്യകാലം. വജു തസ്മിയത്ത് ഹിമ, അവ രണ്ടിനും പേര് വെക്കാനുള്ള കാരണം ബിഹിമ, അവ രണ്ടുകൊണ്ടും അങ്ങനെ പറയാൻ കാരണം ലാഹിറിന് ലാഹിറാണ് എന്ന് പറഞ്ഞാൽ അവിടെ സൂര്യൻ വാർഷിക പരിക്രമണത്തിൻ്റെ ഭാഗമായിട്ട് സൂര്യൻ ഇൻകിലാബ് സൈഫിയിലെത്തുമ്പോഴാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്, ഇൻകിലാബ് ശതവിയിലെത്തുമ്പോഴാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുമ്പോൾ ഫതങ് കസിമു മിന്തഖത്തുൽ ബുറൂജ്, മിന്തഖത്തുൽ ബുറൂജ് ഓഹരിയാകും ബിഹാദിഹിൻ നിഖാത്തിൽ അർബഈ, ഈ 4 കാര്യങ്ങൾ കൊണ്ട്, അതായത് 2 എഴുത്തിദാലുകളും 2 ഇൻകിലാബുകൾ കൊണ്ടും, അൽ എഴുത്തിദാലൈനി വൽ ഇൻകിലാബൈനി, 2 എഴുത്തിദാലുകൾ 2 ഇൻകിലാബുകൾ എന്ന ഈ 4 നുക്തകൾ കൊണ്ട് ഈ ദായിറത്തുൽ ബുറൂജ് അത് ഓഹരിയാകും അർബാഅൻ 4 റുബുകളായിട്ട്. അതേതാണ് ഈ അർബാഅ്? മുദ്ദത്ത് ഖതഇ ശംസി ലികുല്ലി മിൻഹ, അവ ഓരോന്നിനെയും സൂര്യൻ മുറിച്ച് കടക്കുന്ന കാലമായ, അതായത് 4 ഋതുക്കൾ എന്നാണ് പറഞ്ഞു വരുന്നത്. ഐ കുല്ലു വാഹിദ് മിന്ന അഹദുൽ ഫുസൂലിൽ അർബഈ, 4 ഋതുക്കളിൽ ഒന്നായ. അപ്പോൾ ഈ മുഅദ്ദിലുൻ നഹാറിനെ ക്രോസ് ചെയ്തുകൊണ്ട് ദായിറത്തുൽ ബുറൂജ് അല്ലെങ്കിൽ മിന്തഖത്തുൽ ബുറൂജ് അത് കടന്നു പോകുമ്പോൾ 4 ബിന്ദുക്കൾ ഉണ്ടാകുന്നു. 2 എണ്ണം ഈ 2 രേഖകളും ഈ 2 വൃത്തങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് അതിനെ എഴുത്തിദാൽ എന്ന് പറയും. 2 ബിന്ദുക്കൾ ഇവ രണ്ടും ഏറ്റവും അകന്നു നിൽക്കുന്ന സ്ഥലത്തുണ്ടാകുന്നത് അതിനെ ഇൻകിലാബൈനി എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് ഈ ദായിറത്തു മിന്തഖത്തുൽ ബുറൂജ് എന്ന് പറയുന്ന ഈ 2ാമത്തെ ദായിറ 4 കഷ്ണമായി തീരും. ഈ 4 കഷ്ണങ്ങളിൽ ഓരോ കഷ്ണവും ഓരോ ഋതുവിൻ്റെ കാലമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, റബീഅ, ഖരീഫ്, സൈഫ്, ഷിതാ, ഈ 4ത്തിൻ്റെ അൽ മഷ്ഹൂറ പ്രസിദ്ധമായ ഫി മുഅ്ളമിൽ മഅമൂറ. വലഹാ സിഗാറുൻ കൽ ഊല, 1ാമത്തെ വൃത്തത്തിന് താഴെയും മേലെയുമായി ചെറിയ സമാന്തര വൃത്തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്നതുപോലെ ഈ വൃത്തത്തിനും സമാന്തര വൃത്തങ്ങളുണ്ട്. അതിനെ വഹിയ മദാറാത്തുൽ അർള് എന്ന് പറയപ്പെടും. അത് മദാറാത്തുൽ അർള് എന്നറിയപ്പെടും. സുമ്യത്ത് ബിയാദിനെ മദാറാത്തുൽ അർള് എന്ന് പറയാൻ കാരണം ഇത് യൂറഫ് ബിയ അർളുൽ കൗക്കബി, നക്ഷത്രത്തിൻ്റെ അറൾ അറിയാനുള്ള, ഈ നക്ഷത്രത്തിൻ്റെ അറൾ അറിയാന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബുഅദ അറിയാന്നുള്ളതാണ്. ബുഅദ അറിയാന്നുള്ളതാണ്, ദൂരം അറിയാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2ാമത്തേതാണ് വായിച്ചത്, ശരിക്കും ശ്രദ്ധിക്കുക. 2ാമത്തേത് അതിൻ്റെ പേര് മിന്തഖത്തുൽ ബുറൂജ് എന്നാണ്. മിന്തഖത്തുൽ ബുറൂജ്. നമ്മൾ 1ാമത്തേതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു മുഅദ്ദിലുൻ നഹാർ. 1ാമത്തേതിനെ നമ്മൾ മുഅദ്ദിലുൻ നഹാർ എന്നാണ് പറയുന്നത്. അത് വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല മോഡേൺ അസ്ട്രോണമിയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിന് സെലസ്ട്രിയൽ സർക്കിൾ എന്നാണ് പറയുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർക്കിളാണ്. ഇത് 2ാമത്തേത് എക്ലിപ്റ്റിക് എന്നാണ് ഇതിന് പറയുക. എക്ലിപ്റ്റിക് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ സൂര്യൻ്റെ ക്രാന്തിപഥം എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ സൂര്യൻ്റെ വാർഷിക പരിക്രമണത്തിൻ്റെ പാത എന്ന് പറയും. സൂര്യൻ വാർഷികമായി, അതായത് ഒരു വർഷത്തിൽ ഒരിക്കൽ എന്ന നിലക്ക് ഭൂമിയെ വലയം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയുള്ള പാതയാണ് സത്യത്തിൽ മിന്തഖത്തുൽ ബുറൂജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചിത്രം ഞാനിവിടെ കാണിക്കാം. ഇതാണ് അതിൻ്റെ ചിത്രം, എല്ലാവരും ശരിക്കും മനസ്സിലാക്കുക. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ മുഅദ്ദിലുൻ നഹാറാണ്. ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ ദായിറയാണ് ദായിറത്തുൽ ബുറൂജ് അല്ലെങ്കിൽ മിന്തഖത്തുൽ ബുറൂജ് എന്ന് പറയുന്നത്. ഇതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ ഈ രൂപത്തിലായതിനാൽ ഇവിടെയും ഇത് മുഅദ്ദിലുൻ നഹാറുമായി ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്യുന്ന ബിന്ദു, 2 ബിന്ദു, ഈ 2 ബിന്ദുക്കളെയാണ് എഴുത്തിദാലുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഒന്ന് എഴുത്തിദാല് ഖരീഫിയാണ്. അതായത് സൂര്യൻ ഇവിടെ എത്തുമ്പോൾ, വാർഷിക പരിക്രമണത്തിൽ സൂര്യൻ ഇവിടെ എത്തുമ്പോൾ ഖരീഫ് ഉണ്ടായിത്തീരും. ഇവിടെ റബീഅ, ഇവിടെ നിന്നിട്ട് റബീഅ ആണ്, ഇവിടെ നിന്നിട്ട് സൈഫാണ്, ഇവിടെ നിന്നിട്ട് ഖരീഫാണ്, ഇവിടെ നിന്നിട്ട് ഷിതാ ആണ്. അപ്പോൾ ഈ 2 എഴുത്തിദാലുണ്ടായി. പിന്നെ നമ്മൾ പഠിച്ചത് ഇൻകിലാബാണ്. ഇൻകിലാബ് ഇതാണ്ടോ, ഈ രേഖയും അല്ലെങ്കിൽ ഈ വൃത്തവും മുഅദ്ദിലുൻ നഹാറും
മിന്തകത്തുൽ ബുറൂജും തമ്മിൽ ഏറ്റവും അകന്ന് നിൽക്കുന്ന സ്ഥലം ഇത് രണ്ടുമാണ്. ഇതാണ്. അപ്പോൾ ഏറ്റവും അകന്ന് നിൽക്കുന്ന ബിന്ദുവിനെ ഇൻകിലാബ് എന്ന് പറയും. അത് ഇവിടെ ഉണ്ടാവും, സ്വാഭാവികം രണ്ട് ഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇൻകിലാബ് സൈഫി എന്ന് പറയും, ഇതിനെ ഇൻകിലാബ് ശതവി എന്ന് പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള രൂപം. ഇതിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യം ഇതുതന്നെയാണ്. ഈ രണ്ട് എഴുത്തിദാലുകൾ, രണ്ട് ഇൻകിലാബുകൾ, അതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒന്നാമത്തെ ദായിറയുമായി രണ്ടാമത്തെ ഈ ദായിറ ക്രോസ് ചെയ്യുന്ന രണ്ട് ബിന്ദുക്കൾ ഉണ്ടാവും. ആ രണ്ട് ബിന്ദുക്കളെ എഴുത്തിദാലുകൾ എന്ന് പറയും. അത് ഒന്ന് റബീഉം ഒന്ന് ഖരീഫും ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ മുഅദ്ദിലുൻ നഹാർ എന്ന് പറയുന്ന ഈ രേഖയിൽ നിന്ന് ഈ ഈ ഈ മിന്തകത്തുൽ ബുറൂജ് എന്ന ഈ രണ്ടാമത്തെ രേഖ ഏറ്റവും അകന്ന് നിൽക്കുന്ന സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ആ സ്ഥലത്തിൽ ഉണ്ടാകുന്ന ആ നുക്തയെ ഇൻകിലാബ് എന്ന് പറയും. അവിടെ ഇൻകിലാബ് സൈഫിയാണ്. അതിന് സൂര്യൻ അവിടെ എത്തുമ്പോൾ സൈഫ് ഉണ്ടാവും. ഇവിടെ ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഇൻകിലാബ് ശതവിയും ഉണ്ടാകും. അപ്പം ക്രോസ് ചെയ്യുന്ന രണ്ട് ബിന്ദുക്കൾ, ഏറ്റവും അകന്ന് നിൽക്കുന്ന രണ്ട് ബിന്ദുക്കൾ, അങ്ങനെ മനസ്സിലായാൽ മതി. ക്രോസ് ചെയ്യുന്ന രണ്ട് ബിന്ദുക്കൾക്കാണ് എഴുത്തിദാലുകൾ എന്ന് പറയുന്നത്. അതിൽ താഴെയുള്ളത് റബീഇയാണ്, മേലുള്ളത് ഖരീഫിയാണ്. പിന്നെ ഏറ്റവും അകന്ന് നിൽക്കുന്ന നുക്തക്ക് ഇൻകിലാബ് എന്ന് പറയും. അത് രണ്ടെണ്ണമാണ്. അതിൽ മേലുള്ളത് സൈഫിയാണ്, ഇൻകിലാബ് സൈഫിയാണ്. താഴെയുള്ളത് ഇൻകിലാബ് ശതവിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ 4 കഷ്ണമായി. ഈ ദായിറ ഇതാണ് രണ്ടാമത്തെ ദായിറ നമ്മൾ പഠിക്കുന്നത്. ഈ ദായിറ 1 കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം, 4 കഷ്ണം. ഈ 4 കഷ്ണങ്ങൾ 4 ഋതുക്കൾക്കുള്ളതാണ്. അതായത് സൂര്യൻ ഇവിടെ സൂര്യൻ അതിൻ്റെ വാർഷിക പരിക്രമണം എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങുകയാണല്ലോ. അപ്പോൾ സൂര്യൻ ഇവിടെ എത്തിയ സൂര്യൻ ഇവിടെ നിന്ന് ഏതാണ്ട് 3 മാസം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുക. പിന്നെ 3 മാസം കൊണ്ട് ഇവിടെ എത്തിച്ചേരും. പിന്നെ 3 മാസം കൊണ്ട് ഇവിടെ എത്തിച്ചേരും. പിന്നെ 3 മാസം കൊണ്ട് ഇവിടെ എത്തിച്ചേരും. അപ്പം മൊത്തത്തിൽ 12 മാസമായി. 1 വർഷം കൊണ്ട് സൂര്യൻ ഒരു പരിക്രമണം പൂർത്തിയാക്കും. ഇതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് പ്രത്യേകമായ സമയമുണ്ട്. ആ സമയം നമ്മുടെ പാഠത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഇത് പഠിക്കുമ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാനതൊന്ന് വെറുതെ പറഞ്ഞു പോകാം. അതായത് ജൂൺ 20, 22 മുതൽ സെപ്റ്റംബർ 20, 23 വരെ സൂര്യൻ ഇൻകിലാബ് സൈഫിയിലാണ് ഉണ്ടാവുക. ഇവിടെ നിന്നിങ്ങനെ വന്നിട്ട് ഇവിടെ എത്തുമ്പോഴത്തേന് സെപ്റ്റംബർ ആകുന്നു. സെപ്റ്റംബർ 20, 23 ആയിട്ടുണ്ടാവും. 20 അല്ലെങ്കിൽ 23, അത് ഡേറ്റിൻ്റെ വ്യത്യാസമാണ്. ഈ ഖരീഫിയിലെത്തുക എത്തുമ്പോഴാണ് ശരത്കാലം എന്ന് പറയുന്ന, ഓട്ടം എന്ന് പറയുന്നത്. ഡിസംബർ 21, 22 വരെ ഇൻകിലാബ് ശതവി ഇതുവരെ ആയിരിക്കും ഉണ്ടാവുക. ഇത് കഴിഞ്ഞാൽ ഇവിടെ എത്തുന്നത് ഡിസംബർ 21, 23 ഇവിടെ എത്തുക. അത് ഇനി ഇവിടെ എത്തുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ മാർച്ച് 20, 21 20 മുതൽ 21 വരെ. അത് നക്ഷത്രത്തിൻ്റെ സമയത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ 20-ാം തീയതി ആവാം, 21-ാം തീയതി ആവാം എന്നുള്ള അർത്ഥമാണ്. പിന്നെ എഴുത്തിദാൽ ഖരീഫിയിൽ നിന്ന് ഇൻകിലാബ് സൈഫിയിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ എത്തുന്നത് മാർച്ച് 20, 21 അത് ഇവിടെ എഴുത്തിദാൽ റബീഇയിൽ എത്തിച്ചേരുന്നത് ജൂൺ 20, 23 വരെ ഇൻകിലാബ് സൈഫിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പറഞ്ഞ യഥാക്രമം വേനൽ, ഗ്രീഷ്മകാലം, ശരത്കാലം, ശിശിരകാലം അതായത് തണുപ്പ് കാലം, പിന്നെ വസന്തകാലം, സ്പ്രിങ് ഇതൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഇത് രാശികളാണ്. ഈ രാശികൾ ഇതിനെ ആസ്പദമാക്കിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചക്രത്തിനെ നമ്മൾ രാശിചക്രം എന്നും പറയും, രാശിചക്രം എന്നും പറയാറുണ്ട്. അതേസമയം പ്രയോഗത്തിൽ മിന്തകത്തുൽ ബുറൂജ് അല്ലെങ്കിൽ എക്ലിപ്റ്റിക് എന്നാണ് ഇത് പറയാറുള്ളത്. അത് എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതേ സംഭവം തന്നെ നമ്മൾ ഈ മൂന്നാമത്തെ, അതായത് ഈ 4 എങ്ങനെ സംഭവിക്കുന്നു എന്നത് കൂടി നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇൻകിലാബ് സൈഫി, എഴുത്തിദാൽ ഖരീഫി, ഈ ഭാഗത്ത്
കണ്ടോ, ഞാൻ പറഞ്ഞ ആ സമയം ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചിത്രത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭ്യമാകും, അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് ഇവിടെ 3 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്: സർത്താൻ, അസദ്, അദ്റാ. അതായത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ വൃശ്ചികം, ധനു, മകരം. പിന്നെ ഇവിടെ നിന്ന് ആവുമ്പോൾ കുംഭം, മീനം, മേടം. അതിൻ്റെ സമയം നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എത്താനുള്ള സമയം ചിങ്ങം, കന്നി, തുല. അപ്പോൾ അങ്ങനെ ഇത് സൂര്യൻ്റെ ഒരു വാർഷിക പരിക്രമമാണ്. ആ സൂര്യൻ്റെ വാർഷിക പരിക്രമണത്തിൽ സൂര്യൻ്റെ സഞ്ചാര രേഖയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് മുറിച്ച് കടക്കുന്ന ഈ 4 ഭാഗങ്ങൾ, ആ 4 ഭാഗങ്ങളിൽ ഓരോ ഭാഗത്തിനും 3 മാസം, 3 രാശികൾ. അതിന് രാശികൾ എന്നാണ് പറയുന്നത്, ബുർജുകൾ എന്നാണ് പറയുക. അപ്പോൾ ഈ ബുർജുകൾക്കുള്ളതാണ്. അതുകൂടി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ 3-ാമത്തെ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റബീഅ വസന്തകാലത്തിന്, ഹംല്, തൗറ്, ജൗസാ, ചിങ്ങം, കന്നി, തുലാം. അതുപോലെ തന്നെ സൈഫ് എന്ന വേനൽക്കാലത്തിന് സർത്താൻ, അസദ്, സുംബുല, വൃശ്ചികം, ധനു, മകരം. ഖരീഫ് എന്ന ശരത്കാലത്തിന് മീസാൻ, അഖ്റബ്, ഖൗസ്. അതായത് കുംഭം, മീനം, മേടം. അതുപോലെ തന്നെ ശൈത്യം എന്ന് പറയുന്ന ശൈത്യകാലത്തിന് ഷിത്താഇന് ജുദയ്യ്, ദൽവ്, ഹൂത്ത്. ജുദയ്യ് എന്ന് പറഞ്ഞാൽ ഇടവമാണ്, ദൽവ് മിഥുനമാണ്, ഹൂത്ത് കർക്കിടകമാണ്. അപ്പോൾ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞു. ഇഅ്തിദാൽ നേരത്തെ പറഞ്ഞു, ഇൻഖിലാബ് നേരത്തെ പറഞ്ഞു. പിന്നെ അൽഫുസൂലുൽ അർബഅത്തു മാഹിയ, അങ്ങനെ ചോദ്യം നമ്മൾ തീർച്ചയായിട്ടും വളരെ ഈസിയായൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അർ-റബീഉ വൽ ഖരീഫു വസ്സൈഫു വൽ ഷിത്താഉ എന്നാണ് അതിന് ഉത്തരം. മാഹിയൽ മദാറാത്തുൽ അർള്. മദാറാത്തുൽ അർള് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞല്ലോ. അൽ ഖുതൂത്തുൽ മുതവാസിയത്തു ലി ദാഇറത്തി മിൻതഖത്തിൽ ബുറൂജി തുസമ്മ മദാറാത്തുൽ അർള്. അതാണ് അതിന് ഉത്തരം. പിന്നെ ലിമ തുസ്തഖ്ദമു മദാറാത്തുൽ അർള്. മദാറാത്തുൽ അർള് എന്തിനു വേണ്ടിയുള്ളതാണ്? അത് ലിമാരിഫത്തി അർളിൽ കവാക്കിബ്. അർളിൽ കവാക്കിബ് അതായത് നക്ഷത്രങ്ങളുടെ അകലം അളക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രേഖകളെയാണ് മദാറാത്തുൽ അർള് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 2-ാമത്തെ ദായറയെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 3-ാമത്തെ ദായറയിലേക്ക് പോവുകയാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. അദ്ദായിറത്തു താലിത, 3-ാമത്തെ ദായിറ. ഇസ്മുഹ, അതിൻ്റെ പേര് അൽ മാറത്തു ബിൽ അഖ്താബിൽ അർബഅ, 4 ഖുതുബുകളിലൂടെയും കടന്നു പോകുന്നത് എന്നാണ്. വഹിയ, അത് മാറത്തുൻ ബി അഖ്താബിൽ ഊലയൈനി, ആദ്യം പറഞ്ഞ 2 എണ്ണത്തിൻ്റെയും 2 വൃത്തങ്ങളുടെയും ഖുതുബുകളിലൂടെ കടന്നു പോകുന്നു. അതായത് യാനി മുഅദ്ദിലൻ നഹാരി വ മിൻതഖത്തിൽ ബുറൂജി, മുഅദ്ദിലിൻ നഹാരി വ മിൻതഖത്തിൽ ബുറൂജി. തഗ്ലീബിൽ അതായത് മിക്കവാറും. കായിമത്തൻ അലൈഹിമ, 2ൻ്റെ മേലും കായിമായ രൂപത്തിലാണ് കടന്നു പോകുന്നത്. കായിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ആ 2 മേലിൽ കായിമായ ഒരു മുസല്ലത്ത് വരച്ചാൽ കായിമായ ഒരു മുസല്ലത്തിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും ആ അർത്ഥത്തിൽ. അയലാ കുലി വായത്ത് മിനൽ അവലൈനി ഫഹുമ അയ്ളൻ കദാലിക, അപ്പോൾ അവ 2ഉം കദാലിക അപ്രകാരം തന്നെ കായിമായിരിക്കും. അതായത് അവിടെ ഒരു പൊതുവായ തത്വമുണ്ട്. ഫഹുമ, അപ്പോൾ അവ 2ഉം, അതായത് അൽ അവലൈനി ആദ്യം പറഞ്ഞ 2 എണ്ണവും മുഅദ്ദിലുൻ നഹാറും മിൻതഖത്തുൽ ബുറൂജും അയ്ളൻ കദാലിക അപ്രകാരമായിരിക്കും. അതായത് ഇമാറത്താനി ബി ഖുതുബൈഹ, അതിന് 2 ഖുതുബയിലൂടെ കടന്നു പോകുന്നതായിരിക്കും. അതായത് ഈ വലിയ ദായിറ അതിൻ്റെ ഖുതുബിലൂടെ കടന്നു പോകുന്നു എങ്കിൽ മറിച്ച് അത് ഇതിൻ്റെയും ഖുതുബിലൂടെ കടന്നു പോകും. അതൊരു പൊതുവായ നിയമമാണ്. ലിമാ ബുയ്യിന ഫിൽ ഉകരി, ഗോളങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ബയാൻ ചെയ്ത കാരണത്താൽ. എന്ത്? മിൻ അന്ന അളീമത്തൻ ഇദാ മറത്ത് ബി ഖുതുബൈ അളീമത്തിൻ നുഹ്റ, ഒരു വലിയ വൃത്തം മറ്റൊരു വലിയ വൃത്തത്തിൻ്റെ 2 ഖുതുബുകളിലൂടെ കടന്നു പോയാൽ മറത്തിൽ ഉഖ്റ അയ്ളൻ ബി ഖുതുബൈൽ ഊല, 1-ാമത്തേതിൻ്റെ ഖുതുബിലൂടെ 2-ാമത്തേതും കടന്നു പോകും. അതായത് 1 2ൻ്റെ ഖുതുബിലൂടെ കടന്നു പോകുമ്പോൾ 2 1ൻ്റെയും ഖുതുബിലൂടെ കടന്നു പോകും എന്നതൊരു പൊതു നിയമമാണ് ഗോളങ്ങളുടെ പഠനത്തിൽ. വതഖ്തഉൽ മാറത്തു, ഈ 3-ാമത്തെ വൃത്തമായ അൽ മാറത്തു എന്നത് മുറിച്ച് കടക്കും അത്താനിയത്ത, 2-ാമത്തേതിനെ. 2-ാമത്തേത് എന്ന് പറയുമ്പോഴേക്ക് നമുക്കത് തസവറാണ്. 2-ാമത്താണ് മിൻതഖത്തുൽ ബുറൂജിനെ, ദായിറത്തുൽ ബുറൂജിനെ. മിൻതഖത്തുൽ ബുറൂജ് എന്ന് പറയും, ദായിറത്തുൽ ബുറൂജ് എന്നൊക്കെ പറയാം. അത്താനിയത്ത അൽ ഇൻഖിലാബൈനി, 2 ഇൻഖിലാബുകളിലൂടെ.
ഇൻകിലാബ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് മുഅദ്ദിലുൻ നഹാർ ദായിറത്തുൽ ബുറൂജിൽ നിന്ന് ഏറ്റവും അകലം പാലിക്കുന്ന പോയിന്റിനെയാണ് ഇൻകിലാബുകൾ എന്ന് പറയുന്നത്. മാത്രമല്ല തഖ്തഉൽ മാറത്തു, ഈ മാറത്ത് എന്ന ഈ മൂന്നാമത്തെ ദായിറ മുറിച്ച് കടക്കും അല്ലൂല ഒന്നാമത്തേനെ മുഅദ്ദിലുൻ നഹാറിനെ അലാ നുഖ്തതൈനി 2 നുക്തകളുടെ മേൽ സുമ്മിയത അവരുടെ പേരെന്താ നളീറത്ത് എന്നാ പേര്. നളീറത്ത് കുത്തുബിൽ ഹാഷിയയിൽ വന്നിട്ടുണ്ട്. അഷമാലിയത്തു മിൻഹുമാ നളീറത്തു ശതവിയ വൽ ജനൂബത്തു നളീറത്തു സൈഫിയ. അതായത് അതിൽ ഷമാലിയ് മേലുള്ളത് ശതവിയത്തിൻ്റെ നളീറത്ത് എന്ന് പറയും, താഴെയുള്ളത് അതായത് ജനൂബിയ അത് സൈഫിയത്തിന് നളീർ എന്നും പറയും. ലാബിൽ അക്സിയൻ അക്സ് കൊണ്ടല്ല പറയണത്. കമാഫി തൊഹഫയിൽ പറഞ്ഞ പോലെ തൊഹഫയിൽ അക്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ലിഅന്ന നളീറത്ത കുല്ലി നുക്തത്തിൻ മാ യബദു അൻഹാ നിസ്ഫുദ്ദൗർ. അതായത് ഓരോ നളീറത്തും ഓരോ നുക്തയുടെ നളീറത്തും അതിന് നിസ്ഫുദ്ദൗർ അതായത് ഒരു അർദ്ധവൃത്തത്തിൻ്റെ അകലത്തിലുള്ളതായിരിക്കും. അത്രയും ഭാഗം നമ്മൾ വായിച്ചു. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളത് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.